ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കഷ്ണം ചെറിയ കറുകപ്പട്ട, 1 തക്കോലം, 3 ഏലക്കായ, 3 കരയാമ്പൂ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഈ മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമിൽ ഓയിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് നീളൻ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള എല്ലാം നന്നായി വഴറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും, 1 നുള്ളി മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ റൈസിന് ചെറിയൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയും മുളകെല്ലാം തന്നെ നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു പോകരുത്, ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ മതിയാവും. തക്കാളി എല്ലാം നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അരി നന്നായി കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിടുക. അതിനുശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള അരിയാണിത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള അരിയാണിത്. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വേവിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അരി വെന്ത് പോവോ അല്ലെങ്കിൽ വേവ് കുറഞ്ഞു പോവോ അങ്ങനെയൊക്കെ വല്ല സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരി വേവിച്ചെടുക്കുക. കറക്റ്റ് അരിയുടെ വേവ് ആവുമ്പോൾ ആ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് അങ്ങനെ റൈസ് എടുത്താലും മതി. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ബിരിയാണി റൈസ് എടുക്കുമ്പോഴാണ് ഈ ടൊമാറ്റോ റൈസിന് നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. സർലാസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.